ിലേക്ക് പോയാൽ കോഴിക്കോട് കാവിലുംപാറ ചീളിയാട് പുലിയുടേതിന് സമാനമായ മൃഗത്തിന്റെ കാൽപ്പാട് കണ്ടെത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് അധികൃതരും RRTയും ഒക്കെ പ്രദേശത്ത് പരിശോധന നടത്തി. ചീളിയാട് വളയങ്കോട് മലകളിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണോ? എന്താണ് വനംവകുപ്പിന്റെ നീക്കം? സേതു, ഇത് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലുള്ള ഒരു പഞ്ചായത്താണ് കാവിലുംപാറ. ഈ പ്രദേശത്ത് ഇതിനു മുമ്പും ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ന് വനംവകുപ്പ് RRTയും ഒക്കെ പ്രദേശത്ത് പരിശോധന നടത്തി. ഈ ചീളിയാട് ഭാഗത്താണ് ഇത്തരത്തിൽ പുലിയുടേതെന്ന് തോന്നുന്ന ഈ കാൽപ്പാടുകൾ കണ്ടത്. തുടർന്നാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ അധികൃതരുടെ പരിശോധന ഉണ്ടായത്. എന്തായാലും ഈ ചീളിയാടിന് മുകളിലുള്ള ഈ താഴ്വാര ഭാഗമാണ്. അവർ ചീളിയാട് വളയങ്കോട് മലകളിൽ കൃഷിക്കും മറ്റ് പശുവിനെ മേയ്ക്കാനും മറ്റും പോകുന്നവർ ഒക്കെ തന്നെ ശ്രദ്ധിക്കണമെന്ന് വനംവകുപ്പ് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ മൃഗത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നല്ലാതെ അത് മൃഗത്തെ കണ്ടെത്താത്തതുകൊണ്ട് പുലിയാണോ കടുവയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. എന്തായാലും RRTയും വനംവകുപ്പും പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഓക്കെ രതീഷ്, വ്യക്തമാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.